ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി നാണക്കേടിന്റെയും അധപ്പതനത്തിന്റെയും പാതാളത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ സംഘടനാ തീരുമാനം. മാങ്കൂട്ടത്തിനെതിരായ നടപടി വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം നേതൃത്വം സസ്പെൻഷനിൽ ഒതുക്കി. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെങ്കിലും രാഹുലിന്റെ MLA സ്ഥാനം സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസ് MLA-മാരുടെ ബ്ലോക്കിൽ ഇരിക്കാൻ ഇനി രാഹുലിനാകില്ല. നിയമസഭയിലേക്ക് വിടേണ്ട, ലീവ് എടുക്കാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. RDX റാപ്പ് കാണാം. ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് തൽക്കാലം മുഖം രക്ഷിക്കുകയാണ് കോൺഗ്രസ്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും രാജി ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായ രാഹുലിന് നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം ഇനി ഇരിക്കാനാകില്ല. സസ്പെൻഷനിലായ രാഹുലിനോട് KPCC വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കം പരിഗണിക്കുമെന്നാണ് സൂചന. ധാർമ്മികതയുടെ പേരിലാണ് രാഹുലിനെതിരായ നടപടി എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. നിയമപരമായി ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്നതും കേസെടുത്തിട്ട് ജനപ്രതിനിധികൾ രാജിവെച്ചിട്ടില്ലാത്ത മുൻകാല അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് MLA സ്ഥാനം സംരക്ഷിക്കുന്നത്. രാജി ഉണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിലും പാർട്ടി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. സമരം കടുപ്പിക്കാനാണ് CPIM തീരുമാനം. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് BJP മാർച്ച് നടത്തി. രാഹുൽ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കിയിരിക്കുകയാണ് BJP. RDX റാപ്പ് ന്യൂസ് മലയാളം. സസ്പെൻഷനോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി അംഗം അല്ലാതായി എന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യുന്നു. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് MLA ആയി തുടരാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതേണ്ട എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിനുശേഷം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുഴുവൻ സന്നദ്ധമാണ്. ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് CPIM. സസ്പെൻഷൻ ചെയ്തിരുന്ന കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ. ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് വന്നിരിക്കുക, അപ്പോൾ രാജി വെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. കോൺഗ്രസ് നടപടി പാലക്കാട്ടെ വോട്ടർമാരെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. പാർട്ടിക്ക് ആവശ്യമില്ലാത്ത ഒരാളെ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ, സമൂഹത്തിൻ്റെ തലയിൽ, പാലക്കാട് വോട്ടർമാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ധാർമ്മികതയാണ് കോൺഗ്രസ് വിശദീകരിക്കേണ്ടത്. സത്യത്തിൽ രാഹുൽ തന്നെ രചിച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ തട്ടിപ്പ് മനസ്സിലാക്കാൻ കേരളത്തിൽ ജനങ്ങൾക്ക് സാധിക്കും, പാലക്കാട് വോട്ടർമാർക്ക് സാധിക്കും. മറ്റു വിവരങ്ങൾ, ഇന്നുണ്ടായ സംഭവങ്ങളാകെ തന്നെ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ കൂടെ പരിശോധിക്കാം. പ്രതിരോധിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം എന്ന കാര്യം നമുക്ക് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടു. MLA-യെ സസ്പെൻഡ് ചെയ്ത് ധീരമായ നിലപാടാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നു. ഇതിനുശേഷം മുഖം നോക്കാതെ നടപടിയെടുത്തു എന്ന് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. ഭവന സന്ദർശനത്തിൽ ഓരോരുത്തരോടും കാര്യങ്ങൾ പറയാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വം. സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനാണ് തീരുമാനം എടുത്തത് എന്ന് VD സതീശൻ ഇതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് തുടരുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് K സുധാകരനും കൂടെ പറഞ്ഞതോടെ നേതാക്കളെല്ലാം ഒരേ നിലപാട് തന്നെയായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് CPIM എന്നതാണ് നമ്മൾ അപ്പുറത്ത് നിന്ന് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിലും നിയമസഭയിലും പ്രവേശിപ്പിക്കില്ല എന്ന് DYFIയും വ്യക്തമാക്കിയിട്ടുണ്ട്. മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കിയിട്ടുണ്ട് BJP ഈ സമയത്തിനകം എന്ന് നമ്മൾ കാണുന്നു. രാഹുൽ ഗാന്ധിക്ക് പീഡനാരോപണം നേരിടുന്ന നേതാവിൻ്റെ പിന്തുണയെന്ന് പരിഹസിക്കുകയാണ് അവിടെ ട്വിറ്ററിലും മറ്റും BJP-ക്കാർ. മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഉമാ തോമസിന് നേരെ സൈബർ ആക്രമണം ഉണ്ടായി എന്നത് ഇന്ന് കണ്ട ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു. ഉമാ തോമസിനെ വ്യക്തിപരമായി ആക്രമിച്ചും രാഹുലിനെ പിന്തുണച്ചും നിരവധിയായ കമൻറ്റുകൾ വന്നത് കേരളത്തെ ഞെട്ടിച്ചു. ഉമാ തോമസ് MLA-യെ പിന്തുണച്ച് DYFI രംഗത്തെത്തി എന്നത് നമ്മളിന്ന് കണ്ടു. സൈബർ ആക്രമണത്തിന് പിന്നിൽ ഷാഫി പറമ്പിലാണെന്ന് BK സരോജ്
കടുത്ത ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. വിവാദ വിഷയങ്ങളിൽ ഇന്നും പ്രതികരിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് മറ്റൊരു കാര്യം. പ്രതികരിച്ചത് ട്രാൻസ് വനിത അവന്തികയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ മാത്രമാണ് ഇതുവരെ എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഉത്തരമില്ലാതിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ചർച്ചകൾ വഴിതിരിച്ചു വിടാനുള്ള കുതന്ത്രമായിരുന്നു. പക്ഷേ ദുർബലമായ ശ്രമമായിരുന്നു, പൊളിഞ്ഞുപോയി. നിർബന്ധിത ഗർഭചിത്രം സംബന്ധിച്ച് പുറത്തു വന്ന ഫോൺ സംഭാഷണത്തെക്കുറിച്ചും മൗനമായിരുന്നു രാഹുലിൻ്റെ ആയുധം. തുടർ വിവാദങ്ങളിൽ നിശബ്ദരായിട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആകെ നിശബ്ദരായി പോയി. നിശ്ചലമായിരിക്കുകയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് നമ്മൾ കാണുന്നു. വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പോലും ഗ്രൂപ്പിലില്ല എന്നതാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. രാഹുലിനും ഷാഫിക്കുമെതിരെ ജില്ലാ തലങ്ങളിൽ ചർച്ചകൾ സജീവമായിട്ട് ഇപ്പോഴും തുടരുകയാണ് പാർട്ടിക്കകത്ത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിനായി ചരടുവരികൾ തുടരുന്നുണ്ട് ഇപ്പോഴും ഈ കാര്യങ്ങൾക്കൊക്കെ ഇടയിലും എന്ന കാര്യം കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാനുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ്. മറ്റെല്ലാ സംഭവ വികാസങ്ങളെയും പിന്നിലാക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ അങ്ങേയറ്റം വഷളായിട്ടുള്ള സംഗതി, അതിന്മേൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ, അതിനെതിർത്തുകൊണ്ട് CPM-ഉം BJP-യും രംഗത്ത് വരുന്നത്, രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റും വർത്തമാനങ്ങൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മിണ്ടുമോ മിണ്ടാതിരിക്കുമോ, എന്താണ് അയാളുടെ നിലപാട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ചയാണ്. ഇന്നേതായാലും അതിനൊരു പരിസമാപ്തി എന്ന് കോൺഗ്രസ് വിചാരിക്കുന്ന ഒരു നിലപാട് വന്നിരിക്കുന്നു. സസ്പെൻഷനിലൂടെ എനിക്ക് തോന്നുന്നു മഹേഷ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരും. മഹേഷ്, പരിസമാപ്തിയായി എന്ന് അവരിലെ ഏറ്റവും ശുഭാപ്തി വിശ്വാസികളായുള്ള നേതാക്കൾ പോലും കണക്കാക്കുന്നുണ്ടാകില്ല. സസ്പെൻഷൻ എന്ന നടപടി കൊണ്ട് ഈ രോഷം പ്രതിപക്ഷം ഉയർത്തുന്നത് നാട്ടുകാർക്കിടയിൽ ആകപ്പാടെ ചർച്ചയായത് തീരുമെന്നവർ വിചാരിക്കുന്നുണ്ടാകില്ലല്ലോ. എന്തായിരിക്കും അവരുടെ തുടർ നടപടികൾ? ഈ സസ്പെൻഷൻ 6 മാസമോ മറ്റോ നിർത്തിയിട്ട് അതിനുശേഷം ഇയാളെ തിരിച്ച് പാർട്ടിക്കകത്തേക്കും സജീവ രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവരാം എന്ന് അവരിലെ ശുഭാപ്തി വിശ്വാസികളായിട്ടുള്ള ആളുകളെങ്കിലും കരുതുന്നുണ്ടോ? സനീഷ്, ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ, MLA സ്ഥാനത്ത് രാജിവെച്ചേ മതിയാകുന്ന നിലപാടിലായിരുന്നു VD സതീശനെ പോലുള്ള നേതാക്കൾ. അത് അവർ ദേശീയ നേതാക്കളെ അറിയിച്ചു എന്നുള്ളത് വാസ്തവമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതുപോലെ തന്നെ K മുരളീധരനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെയും അവരെല്ലാം തന്നെ ഈ രാഹുൽ രാജിവെച്ച് പോകുന്നതാണ് നല്ലതെന്ന അഭിപ്രായം പരസ്യമായി തന്നെ പറഞ്ഞ സാഹചര്യമുണ്ടായി. ഇവരെല്ലാം അമ്പരപ്പിച്ചുകൊണ്ടാണ് തികച്ചും നാടകീയമായിട്ടാണ് പാർട്ടിയോട് ഒരു തരത്തിലും ആലോചിക്കാതെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടത്. അവിടെ ഒരു ഓഡിയോ സന്ദേശം മാത്രം, അവന്തികമായുള്ള സംഭാഷണം മാത്രം, അവന്തികയെ ഒരു മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്ന സംഭാഷണം, അതിൽ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യം പുറത്തുവിട്ടത്. അപ്പോൾ താൻ എല്ലാ കാലത്തെയും പാർട്ടിയെ പ്രതിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു, ഓർമ്മിപ്പിക്കുകയും ചെയ്തു രാഹുൽ. ഇതേ തുടർന്നാണ് ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മാറി. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, അതിന് ബൈ ഇലക്ഷൻ വന്നേക്കുമെന്ന ഒരു ആശങ്കയാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരെ അലോസരപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായേക്കുമെന്ന ഭീതി ഉണ്ട് എന്ന് അണിയറ സംസാരമുണ്ട്. എന്തായാലും ഇന്നത് പാർട്ടി സസ്പെൻഷൻ മാത്രമായി. ഇപ്പോൾ വരെ കിട്ടുന്ന വിവരം അനുസരിച്ച് അതിനൊരു കാലാവധി തീരുമാനിച്ചിട്ടുമില്ല. അപ്പോൾ രാഹുൽ ഇപ്പോൾ പാർട്ടിക്ക് നിന്ന് സസ്പെൻഷൻ ആയിട്ടുണ്ട്. പക്ഷേ രാഹുൽ MLA ആയി തന്നെ തുടരും. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴുള്ള സ്ഥിതി. പക്ഷേ ഇതുകൊണ്ട് പൂർണ്ണവിരാമമായി എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് കോൺഗ്രസ് തന്നെ ഗ്രൂപ്പ് വഴക്കിന് ചില പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് സൈബർ ഇടങ്ങളിൽ കാണുന്ന ഗ്രൂപ്പ് പോരും. അതിൻ്റെ ഭയങ്കര പ്രതിഫലനം നമുക്ക് കോൺഗ്രസിൻ്റെ സൈബർ വാളുകളിൽ കാണാൻ കഴിയുകയും ചെയ്യും. അത് പാർട്ടിക്കുള്ളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇനി എന്തൊക്കെ സംഭവിക്കാം, ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കുമെന്ന ഭീതി ഒരു ഭാഗം നേതാക്കൾക്കുണ്ട്. എങ്കിലും താൽക്കാലികമായിട്ട് അതിനൊരു താൽക്കാലിക വിരാമം കുറിക്കാൻ ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്തുകൊണ്ട് കഴിഞ്ഞു എന്നാണ് അവർ സമാധാനിക്കുന്നത്. കാത്തിരുന്ന് കാണേണ്ടതാണ് ഇനിയുള്ള കാര്യങ്ങൾ. സനീഷ്, നിശ്ചയമായിട്ടും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഞാൻ മഹേഷിലേക്ക് ഒന്നുകൂടെ വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് കൂടെ പറയാനുണ്ട്. അതായത് ഈ പറയുന്ന ഈ സസ്പെൻഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് നിശ്ചയമായിട്ടും കോൺഗ്രസിന് വെക്കാനാവുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം CPM-ൻ്റെയും BJP-യുടെയും നേതാക്കൾ, നേരത്തെ അത് PK കൃഷ്ണദാസ് ചോദിച്ചത് നമ്മൾ കണ്ടു. അതായത് പാർട്ടിക്ക് കുഴപ്പക്കാരനാണ് എന്ന് മനസ്സിലായതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. നിയമസഭാ കക്ഷി അംഗം എന്ന സ്ഥാനം പാർട്ടി എടുത്തു കളഞ്ഞു. നിയമസഭയിലേക്ക് കോൺഗ്രസ്സുകാരനായിട്ട് പോകാനാവുകയില്ല, നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് തന്നെയും സ്വീകരിക്കും കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കും അവരുടെ നിയമസഭാ കക്ഷിക്കും ആവശ്യമില്ലാത്തൊരു നേതാവിനെ എങ്ങനെയാണ് MLA ആയിട്ട് നിലനിർത്താനാവുക? എന്ന് വെച്ചാൽ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും നിയമസഭയിലെ ഘടകകക്ഷികളുടെ MLA മാർക്കും ഒന്നും ആവശ്യമില്ലാത്ത, അവരുടെ കൂടെ ഇരുത്താനാകാത്ത ഒരാളെ
ഈ വോട്ടർമാർക്ക് മാത്രമായിട്ട് നൽകുക എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് നിശ്ചയമായിട്ടും കോൺഗ്രസിന് വലിയ മറുപടി പറയേണ്ടതായിട്ട് വരും. ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം, പ്രത്യേകിച്ചും CPM ഉം BJP യും ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്ത് മറുപടിയായിരിക്കും കോൺഗ്രസിന് പറയാനുണ്ടാവുക എന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ്, ഒരിക്കൽ നേതാവായിരുന്ന ആൾ കൊടുത്ത പണി അസാധ്യമായിട്ടാണ്. അത് അസാധ്യമാം വിധം വലുപ്പത്തിലുള്ള പണിയാണ്. ഏതെങ്കിലും ഒരു നേതാവ്, MLA പോട്ടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അയാളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര വലിയൊരു ചതി ഈ സമീപകാലത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇപ്പോഴും ഇയാൾക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയും ശരിയാം വിധത്തിൽ കാര്യങ്ങൾ പറയുന്ന വനിതാ നേതാക്കളോടടക്കം വളരെ രൂക്ഷമായിട്ടും മോശമായിട്ടും പെരുമാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും ഇയാൾക്കൊപ്പം ആളുണ്ട്. ഇപ്പോഴും ഇയാളെ തള്ളിപ്പറയാൻ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പിൽ പൂർണ്ണ മനസ്സോടെ തയ്യാറായിട്ടില്ല എന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോർത്ത് നോക്കൂ, അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, നിങ്ങളുടെ ഓർമ്മയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നേതാവ് അയാളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇമാതിരി ഒരു ചതി ചെയ്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടോ? അതായത് അയാളെ വളരെ ചെറിയ പ്രായത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റും സംസ്ഥാന അധ്യക്ഷനാക്കുന്നു, വളരെ ചെറിയ പ്രായത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു, വളരെ ചെറിയ പ്രായത്തിൽ MLA എന്നുള്ള പദവി ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ സകലമാന ആളുകളും, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് ഇയാൾക്ക് വേണ്ടിയിട്ട് വെയിലും മഴയും കൊണ്ട് നടന്ന് വോട്ട് പിടിച്ച് ഇയാളെ MLA ആയിട്ട് നിയമസഭയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് അയാൾ കൊടുത്തത് എന്താണ്? അയാൾക്ക് മേലുള്ള ഉത്തരവാദിത്തം, പാർട്ടി നേതാവ് എന്ന നിലക്ക്, MLA എന്ന നിലക്ക് അയാൾക്ക് മേലുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് നിർവഹിക്കുകയല്ല. ആ അധികാര പദവി വെച്ചിട്ട് അങ്ങേയറ്റം വഷളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഇയാൾ, ഇതുപോലെ സ്വന്തം പാർട്ടിയെ ചതിച്ച ഒരു നേതാവ് സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിലില്ല. ഓർത്തെടുക്കുമ്പോൾ എനിക്കങ്ങനെ ഓർത്തെടുക്കാൻ ഒരു പേര്, പ്രശ്നങ്ങളിൽ ചെന്ന് ആളുകളുണ്ട്, അഴിമതി ആരോപണങ്ങളിൽ, അഴിമതി കേസുകളിൽ ചെന്ന് ആളുകളുണ്ട്, ഈ പറയുന്ന ഇതുപോലുള്ള സമാനമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളിൽ ചെന്ന് ആളുകളുണ്ട്. ഇവരുടെ പാർട്ടിക്കകത്ത് തന്നെയും 1-2 ആളുകൾ ഇപ്പോൾ MLA ആയിട്ടുണ്ട്. പ്രത്യേകിച്ചും എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ വിൻസെൻ്റ് MLA യും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ അപ്പുറത്തും ആക്ഷേപം, ലൈംഗിക ആരോപണ കേസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രമേൽ പ്രമാദമായിട്ടുള്ള, ഇത്രക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പ്രതിരോധിക്കാൻ ഒരു നേതാവിനും ആകാത്ത വിധം ഉള്ളൊരു ചതി ചെയ്ത മറ്റൊരു നേതാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ പാർട്ടിക്ക് പുറത്തു പോകേണ്ടതാണ്, നിയമസഭാ കക്ഷി അംഗം എന്ന നിലക്ക് പുറത്തു പോകേണ്ടതാണ്, ഒപ്പം MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കേണ്ടതാണ് എന്നതാണ് യഥാർത്ഥ സാഹചര്യം. എന്നിരിക്കെ എങ്ങനെയാണ് ഇവർക്ക് അയാളെ പിടിച്ചവിടെ നിർത്താൻ പറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ദിവസം ഇവർക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. മഹേഷിലേക്ക് ഒരു കാര്യം കൂടി ചോദിച്ചു. മഹേഷ്, ഇത് ഈ പ്രതിപക്ഷം, പ്രത്യേകിച്ചും CPIM എന്തായിരിക്കും ചെയ്യുക? സംസ്ഥാനത്താകെ തന്നെയും വലിയ സമരം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണല്ലോ CPIM. BJPക്ക് സാധിക്കും, പക്ഷേ BJPക്ക് നിയമസഭയിൽ ആളുകളില്ല. നിയമസഭാ സമ്മേളനം വൈകാതെ തുടങ്ങുകയും ചെയ്യും. ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ എൻ്റെ ഒരു നോട്ടത്തിൽ CPIM വല്ലാത്ത തോതിൽ അങ്ങോട്ട് പിടിക്കാതിരിക്കുകയായിരുന്നു സമരത്തിൽ. പക്ഷേ പൊതുജനത്തിൻ്റെ ആകെ ആവശ്യം, പൊതുസമൂഹത്തിലാകെ തന്നെയും ഇയാൾക്കെതിരെ രോഷം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ CPIM പക്ഷേ അവരുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. നിയമസഭയ്ക്കകത്ത് CPIMൻ്റെ നിലപാട് എന്തായിരിക്കും? പുറത്ത് CPIM ഉം BJP യും ചേർന്ന എതിർ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കും? കോൺഗ്രസിന് ഇവിടെ തന്നെ നിൽക്കാനായി സാധിക്കുമോ? സനീഷ്, ഇതിനകത്ത് CPM ആദ്യം ഒരു നിലപാടെടുത്തത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ MLA തുടരണമോ എന്നുള്ളതാണ്. പിന്നീടാണ് ഇതിൻ്റെ ഈ കേസിൻ്റെ ഗൗരവത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് മനസ്സിലായപ്പോഴാണ് അന്ന് രാത്രി രാഖി രാമാനം തന്നെ എന്ന് പറയാം, LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇത് ഹാബിച്വൽ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇങ്ങനെ ഒരാൾ MLA തുടരാൻ പറ്റില്ല എന്ന് നിലപാടെടുക്കുകയും പിറ്റേന്ന് അത് തന്നെ ഗോവിന്ദ മാഷ് പറയുകയൊക്കെ ചെയ്തു. അതേ തുടർന്നാണ് CPM പ്രതിഷേധത്തിലേക്ക് നീങ്ങി, DYFI ഇറങ്ങി, SFI ഇറങ്ങി, ഇന്ന് SFIയുടെ പ്രതിരോധ സമരം വരെ ഉണ്ടായി പ്രത്യേക രീതിയിൽ തന്നെ. അങ്ങനെ ഈ സമരത്തിൽ സർഗാത്മകമായ സമരങ്ങളൊക്കെ നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി, അതിനൊക്കെ തെരുവ് നാടകങ്ങളടക്കം നടത്തുന്ന തരത്തിലേക്ക് CPMൻ്റെ സമരമുറ പോയി. ശക്തമായ സമരമാണ് പാലക്കാട് കേന്ദ്രീകരിച്ച് BJP നടത്തുന്നത്. BJP ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു സീറ്റ് കൂടിയാണ് എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. എന്തായാലും നിയമസഭാ സമ്മേളനം അടുത്ത മാസം 15-ാം തീയതിയോടുകൂടി ആരംഭിക്കും. ആ സമ്മേളനത്തിൽ ഈ വിഷയം ഉയരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആവശ്യം VD സതീശനെ സംബന്ധിച്ചിടത്തോളം. അത് നിറവേറ്റാൻ കഴിഞ്ഞു അദ്ദേഹത്തിനെങ്കിൽ പോലും ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഈ വിഷയം അവസാനിച്ചു എന്ന് പറഞ്ഞ് കൈകഴുകാൻ കോൺഗ്രസിന് കഴിയില്ല. ഇക്കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ വിൻസെൻ്റിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ ലൈംഗികാരോപണ കേസാണ്, അവർക്ക് കുറ്റപത്രം വന്നതാണ്. പക്ഷേ അവർ കോൺഗ്രസ് നടപടി എടുത്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം കോൺഗ്രസ് ഇങ്ങനൊരു നടപടി എടുത്തു? കോൺഗ്രസിൻ്റെ അംഗത്തിൽ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള കാരണം അതിനൊരു പരാതിയില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു പരാതിയോ ഒരു കേസോ ഇല്ല. പാർട്ടിക്ക് മുമ്പ് പരാതി കിട്ടിയിട്ടില്ലെന്ന് അവർ പറയുന്നു, കേസുമില്ല എന്ന് പറയും. എന്നിട്ട് നടപടിയെടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്? അപ്പോൾ ആ സംഭവത്തിൻ്റെ ഗൗരവം നല്ല ബോധ്യമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്.
ആ ബോധ്യം പൊതുസമൂഹത്തിനും ഉണ്ട് എന്ന ആശങ്കയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഇത് LDF മൂന്നാമതൊരു ഭരണം വീണ്ടും തുടരാൻ വേണ്ടി ശ്രമിക്കുന്ന LDFന് കിട്ടിയ കച്ചിത്തുരുമ്പ് തന്നെയാണ്. LDF ഇക്കാര്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. കാരണം അവരത് നന്നായി തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. BJP ആകട്ടെ ഇത്തരത്തിൽ പാലക്കാട് വിജയം മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള കാര്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതിനൊരു തടയിടാൻ, ആ പ്രതിസന്ധിക്ക് ഒരു തടയണ നിർമ്മിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് അവർക്ക് ഇത്രയെങ്കിലും ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പരാതിയോ കേസോ ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അവർ രാഹുലിനെ ഇത്തരത്തിലേക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും രാഹുലിന് പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. രാഹുലിനെ അനുനയിപ്പിച്ചിട്ടുണ്ട്, രാഹുലിനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുൽ MLA സ്ഥാനത്ത് തുടരുമ്പോൾ പാലക്കാട് അടുത്തവണ രാഹുൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ പരസ്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു അവസരം രാഹുലിന് അപ്പോൾ കിട്ടിയേക്കാം, വീണ്ടും അഗ്നിശുദ്ധി വരുത്തട്ടെ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ വരുന്ന കാലത്തിനുള്ളിൽ, ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ രാഹുലിന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസം രാഹുലിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്രയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള സാവകാശം കൊടുക്കുക കൂടി ചെയ്യാനും ഉള്ള ഒരു പദ്ധതി കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. സനീഷ്. ശരി മഹേഷ്, ആ വിവരങ്ങൾക്ക് നന്ദി. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കുറച്ച് സമയം സസ്പെൻഷനിലങ്ങ് നിർത്തിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ശരിയാക്കി കൊണ്ടുവരാം എന്നൊരു തോന്നൽ. സാധാരണഗതിയിൽ ഇത്തരം ഘട്ടങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഇയാൾക്കെതിരായിട്ട് ഇനിയും എത്ര പരാതികളുണ്ട്, എത്രക്ക് ദൃശ്യവും ഓഡിയോയും തെളിവായിട്ട് വരാനുണ്ട് എന്ന കാര്യവും കൂടെ അവിടെയുണ്ട്. അതായത് എല്ലാം സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് എന്ന കാര്യവും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. കേരള രാഷ്ട്രീയത്തിൽ നേതാക്കൾക്കെതിരായ ലൈംഗികാരോപണങ്ങൾ ഉയരുന്നത് പുതിയ സംഭവമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ഒരു യുവ നേതാവിനെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ഇത്രയേറെ ആഘാതശേഷിയിൽ ഇത്രയും ആവൃത്തിയിൽ ആവർത്തിക്കുന്നത് നിശ്ചയമായും ഇതാദ്യമായാണ്. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പ്രസ്താവനകളിലൂടെ ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയിലും മുങ്ങി നിവർന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം. അടിത്തട്ടിൽ പ്രവർത്തിക്കാതെ ഉപരിപ്ലവ വർത്തമാനങ്ങളിലും വാചാടോപത്തിനുള്ള ശേഷിയിലുമായി അയാൾ പടർന്നങ്ങ് കയറി പന്തലിച്ചു. ആ വന്ന വരവ് പോലെ അതിവേഗത്തിലായി പതനവും. ഒരളവ് വരെ ഈ നാണക്കേടിൻ്റെ ഭാണ്ഡക്കെട്ട് ചുമക്കാൻ ഇയാളെ തണ്ടിലേറ്റിയ പാർട്ടിയിലെ ഗോഡ്ഫാദർമാരും ബാധ്യസ്ഥരാണ്. ഈ വഴിവിട്ട സഞ്ചാരത്തെപ്പറ്റി അവർക്കും അറിവുണ്ടായിരുന്നോ എന്നതും നിശ്ചയമായും പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് RDX കരുതുന്നു. അടുത്ത വിഷയത്തിലേക്ക്.